ഫാമിലീസ് വെൽക്കം ബാക്ക്. എന്നാ പെരുന്നാൾക്കെന്ന് വെച്ചല്ലേ എല്ലാവർക്കും പനി വന്നാൽ എന്തൊക്കെയോ തിന്നണം തോന്നുന്നു. എൻ്റെ മോക്ക് പിന്നെ പായസം കുടിക്കുന്ന കുറേ നിർബന്ധം. അങ്ങനെ പണ്ടേ പോ വെച്ചോ കുറച്ച് മുപ്പ് ഗോതമ്പും കുറച്ച് സേമിയ ഉണ്ട് കേട്ടോ. ഇതും കൊണ്ടൊരു തട്ടിക്കൂട്ടൽ പായസം നമ്മൾ ഒപ്പിക്കാം. അങ്ങനെ പനി വന്നാൽ കുറച്ച് വിശപ്പ് കൂടുതലായിരുന്നു. ഓക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. ഇതാ ഉച്ചയ്ക്ക് വെച്ച മീൻ കട കത്തിക്കരിഞ്ഞിരിക്കുന്നത്. ആദ്യം അതിനെ മാറ്റി വെക്കാം. പിന്നെ ഡ്രസ്സൊന്ന് കുളിക്കാനുള്ള കുറച്ച് ചൂടുവെള്ളം വെക്കാം കേട്ടോ. ഏതായാലും അടുപ്പ് കത്തുന്നതല്ലേ. പിന്നെ ഒട്ടും താമസിക്കാതെ നമ്മൾ റെസിപ്പിയിലോട്ട് പോകാം. ഇതാ നമ്മൾ നുറുക്ക് ഗോതമ്പ് കുറച്ച് നമ്മൾ കുതിർത്തണം കേട്ടോ. പിന്നെ ഏതായാലും ഒരു സാധനം കുളിപ്പിച്ചിട്ട് വരാം. അതിനുശേഷം നമ്മൾ തേങ്ങയൊക്കെ ഞാൻ പൊടിച്ച് നേരത്തെ വെച്ചിന് കേട്ടോ. പിന്നെ തേങ്ങ അറുന്നോ മുറിഞ്ഞോ കുത്തി നുറുക്കലാണ്. ഇന്ന് നമ്മൾ ക്യാമറമാൻ സ്കൂളിൽ പോയിട്ടില്ല, പനി ആയതുകൊണ്ട് ആ മുസർക്ക് കേട്ടോ പായസം വേണം നുറി നിർബന്ധം. പിന്നെ ഇന്ന് തട്ടിക്കൂട്ടി ഒരു പായസം വെക്കാന്ന് വിചാരിച്ചിരുന്നു. തേങ്ങ പൊടിച്ചപ്പോൾ തേങ്ങ കുളത്തിന് ഇവിടെ ക്യൂ ആണ് കേട്ടോ. ക്യൂ ഇതാ നിൽക്കുന്ന ഒരാൾ തേങ്ങ കുറച്ച് കടിച്ച് തന്നിട്ടാ നിൽക്കുന്നത്. എന്താ ചെയ്യുക, എത്രയോ വലിയ പാത്രയിൽ ഒരു ഗ്ലാസ് കിട്ടിയിട്ടുള്ളൂ. ഓ നല്ല മധുരം, പക്ഷേ എനിക്ക് കിട്ടിയില്ലെന്നേ ഉള്ളൂ. അവസാനം കുറച്ച് കുറച്ച് ഇതാ നമ്മൾ ക്യാമറമാൻ കുറച്ച് കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായില്ലേ, എനിക്ക് വേണം നിനക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേങ്ങയൊക്കെ തിരികെടുക്കുന്നുണ്ട്. ഇതായിട്ടോ വല്ലാത്തൊരു ടാസ്ക്. തേങ്ങ തിരുവല്ല പണ്ടേ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പിന്നെ പിള്ളേർ ചോദിച്ചപ്പോൾ നമ്മളെല്ലാം വെച്ച് തരും. അങ്ങനെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാണ്ട് ഒരു കട്ടിക്കല്ലേ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഒന്നും എടുക്കലില്ല. അങ്ങനെ ഇത് കുറച്ചേ ഉള്ളൂ, ഒരു ഗ്ലാസ് ഭാഗത്തിലേ ഉണ്ടാവുള്ളൂ. നല്ല കട്ടിയല്ലേ. പിന്നെ രണ്ടാം പാൽ എടുത്ത് വെച്ച് വീഡിയോ ഫുൾ എടുക്കില്ല, അത്രയും ഭാഗത്തിലുണ്ട് കേട്ടോ. പിന്നെ ആൾക്കാർ വെയിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ വേഗം നമുക്ക് കുക്കറിൽ വെച്ചിട്ടാ. കുക്കറിലാണ് വെക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നുറുക്ക് ഗോതമ്പ് ഇത് കുറച്ച് ഉപ്പ് ഇട്ടാ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ ഇട്ടാൽ കുറച്ചുകൂടി നല്ല രസമുണ്ടാവും. പിന്നെ വെള്ളം ഒന്നും ഒഴിക്കണ്ട. നമ്മുടെ രണ്ടാം പാലോ രണ്ടാം പാലോ മൂന്നാം പാലോ എല്ലാം കൂടി ഒന്നിച്ചാട്ടാ. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഈ പരുവത്തിലായി. തേങ്ങാപ്പാലൊക്കെ മൊത്തം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശർക്കര ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ചു. അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഉടച്ചെടുക്കാൻ ഇതെന്നാ പാറ കഷ്ണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏത് ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കെന്നെ അറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഭാഷയായിപ്പോയി. ഇത് കണ്ണൂരാണോ മൂന്നാറാണോ എന്ന് അറിയാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ മനസ്സിലാവും എന്ന പ്രതീക്ഷയുടെ വീഡിയോ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ സേമിയ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം തിളപ്പിക്കുമ്പോഴത്തേക്കും സേമിയ ആളെ കാണുന്നില്ല. അവിടെ ഓരോരോ കൊള്ളി കഷ്ണം മാത്രമേ കാണുന്നുള്ളൂ. ഏലക്ക ഞാൻ പൊടിച്ചിട്ടത് കണ്ടിട്ടില്ല, ഒരു കറുത്ത സാധനം, അത് ഏലക്കയാണ് കേട്ടോ. ഓഹ്, ഏലക്ക ഇടുമ്പോഴത്തേക്കും പായസത്തിൻ്റെ മണം വന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിരിക്കുന്നു, ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നെയ്യാട്ടം ഉണ്ടെങ്കിൽ അത് മൂപ്പിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒപ്പിച്ചിരിക്കുന്നു ഗൈസ്. ഒന്നും പറയാനില്ല കേട്ടോ, ഞാൻ ചെയ്യാമെന്നറിയില്ല. നല്ല ടേസ്റ്റാണ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു പായസം റെസിപ്പി. അപ്പം നമ്മളപ്പോൾ പായസം കുടിച്ചിട്ട് പറ്റേ കൊതി കൊള്ളല്ലേ, വേണമെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയേ. അങ്ങനെ നമ്മൾ പായസത്തിന് വേണ്ടി രണ്ടാളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ആൾക്ക് കൊടുത്ത് രണ്ടാമത്തെ ആൾ നോക്കി നിൽക്കുന്നുണ്ട്. ആ, നല്ല ചൂട്. ഓനക്കൊന്ന് കൊടുത്ത് നോക്കേ, റിയാക്ഷൻ മാത്രം നോക്കണേ. ഓ, വായ്പുള്ളി പാവം. ആ, നൂറെ ഇഷ്ടപ്പെട്ടേട്ടാ. എന്നാ എന്നല്ലേ, പണ്ട് പനി വന്ന് കിടക്കുമ്പോൾ കഞ്ഞിവെള്ളം കൊടുത്ത് എന്നെ പറ്റിച്ചതിൻ്റെ ഉമ്മയോട് പറയുന്നു ഇതൊക്കെ കണ്ടുപിടിക്കുന്നു പറയണം. അങ്ങനെ ഇത്രയും പാകിസ്ഥിതിക്ക് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാലോ. ഓഹോ, നല്ല രസം. കുറച്ച് മധുരം കൂടിപ്പോയോ എന്നൊരു തോന്നൽ. മധുരമല്ലേ, സാരമില്ല, ഷുഗർ വന്നാലും കുളി കഴിക്കാലോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇതാ പായസം കുടിക്കുന്നത്. നല്ല മഴയും നല്ല ചൂട് പായസവും നല്ല രസമുണ്ട്. എന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.